പൃഥ്വിരാജിനെതിരെ കടുത്ത വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പി.സി. ജോർജ്. പൃഥ്വിരാജ് നാണം കെട്ട സ്വഭാവക്കാരനാണെന്നും അയാളുടെ തള്ളയും കണക്കാണെന്നും ലാൽ മാന്യനായതിനാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുമാണ് പി.സി. ജോർജിന്റെ പ്രതികരണം. അടുത്ത കാലത്ത് മലയാള സിനിമയിൽ റിലീസ് ചെയ്തതിൽ എമ്പുരാനോളം ചർച്ചയായതും വിവാദം സൃഷ്ടിച്ചതുമായ മറ്റൊരു സിനിമയുണ്ടാവില്ല. സിനിമ റിലീസ് ചെയ്ത് ഒന്നാം ദിവസം മുതൽ ചില സീനുകളുടെ പേരിൽ ബി.ജെ.പിയും ആർ.എസ്.എസും പ്രതിഷേധിച്ചു തുടങ്ങിയതോടെയാണ് വിവാദങ്ങളുടെ തുടക്കം. പ്രതിഷേധം ശക്തമായതോടെ സിനിമ റീ എഡിറ്റിംഗിന് വിധേയമാക്കി. അതേസമയം മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിച്ച ചിത്രമായി എമ്പുരാൻ ആതിഥ്യം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴിതാ എമ്പുരാൻ സിനിമയെക്കുറിച്ചും സംവിധായകൻ പൃഥ്വിരാജിനോടുള്ള അതൃപ്തി വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് പി.സി. ജോർജ്. പൃഥ്വിരാജ് ഒരു നാണം കെട്ട സ്വഭാവക്കാരനെന്നാണ് ഒരു അഭിമുഖത്തിൽ പി.സി. ജോർജ് പറഞ്ഞത്. ലൂസിഫർ, എമ്പുരാൻ സിനിമകൾ കണ്ടിരുന്നോ എന്ന അവതാരകയുടെ ചോദ്യത്തിനോട് പ്രതികരിച്ചുകൊണ്ടായിരുന്നു പി.സി. ജോർജ് സംസാരിച്ചു തുടങ്ങുന്നത്. 20 കൊല്ലമായി തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ല. 3 മണിക്കൂർ അവിടെ പോയി ഇരിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല. സിനിമയുടെ പ്രദർശന സമയങ്ങളിലെല്ലാം രാഷ്ട്രീയക്കാരന് തിരക്കുള്ള സമയമായിരിക്കും. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെല്ലാം ഞാൻ കേട്ടിരുന്നു. മാത്രമല്ല അതേക്കുറിച്ച് വിശദമായി പഠിക്കുകയും ചെയ്തിരുന്നു. ഞാനൊരു ബി.ജെ.പി പ്രവർത്തകനുമാണ്. ബി.ജെ.പിയുടെ പ്രസിഡന്റ് 29-ാം തീയതി എമ്പുരാൻ കാണുന്നുവെന്ന് പറഞ്ഞു. അത് പുള്ളിയുടെ നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. പക്ഷേ 30-ാം തീയതി ആയപ്പോൾ കാണുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന് തോന്നി. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചു. ഭാരതം ഒരു പ്രത്യേക സംസ്കാരം ഉൾക്കൊള്ളുന്ന നാടാണ്. യൂറോപ്യൻ കൺട്രികളിൽ പോലും ഇല്ലാത്ത മാന്യതയുടെ സംസ്കാരമാണ് ഭാരതത്തിൻ്റേത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൈവവിശ്വാസം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ദൈവമുണ്ടോ ഇല്ലെന്നോ ആളുകൾ പറഞ്ഞാലും ഏതോ ഒരു ശക്തിയുണ്ട് എല്ലാവരും പറയും. ആ ശക്തിയാണ് ഞാൻ ദൈവമെന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ദൈവ വിശ്വാസികളെ എല്ലാം അപമാനിക്കുന്ന ഒരു പടം എന്ന് പറയുന്നത് അപമാനമാണ്. പൃഥ്വിരാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമാണ്. പക്ഷേ അയാൾ നിരീശ്വരവാദമാണെന്നും താൻ ദൈവവിശ്വാസി അല്ലെന്നും മനുഷ്യരെ ബോധ്യപ്പെടുത്തണമെന്ന നിർബന്ധമുള്ള ഒരു നാണം കെട്ട സ്വഭാവക്കാരനാണ്. അയാൾ അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു. അയാളുടെ തള്ളയും കണക്കാണ്. ആരെയും അപമാനിക്കാനോ മോശക്കാരനാക്കാനോ ഞാനില്ല. പൃഥ്വിരാജ് ഒരിക്കലും അങ്ങനെ പോകാൻ പാടില്ല. കാരണം നല്ലൊരു കലാകാരൻ എന്ന നിലയിൽ അയാളെ ജനം ഇഷ്ടപ്പെടുന്നുണ്ട്. അയാൾ എന്തിനാണ് ഈ ഊളത്തരം കാണിക്കുന്നത്? ഒരു മതത്തെയും അപമാനിക്കാൻ പാടില്ല. ക്രിസ്ത്യൻ സമുദായം തന്നെ നോട്ടീസ് അടിച്ചു കഴിഞ്ഞു എമ്പുരാൻ കാണരുതെന്ന്. എന്തിനാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്? അതുപോലെ മോഹൻലാൽ നമുക്ക് ഉള്ളതിൽ ഒരു ബോധപ്പെട്ട നടനാണ്. മാത്രമല്ല എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ നടൻ മോഹൻലാലാണ്. ഞാൻ 2ാം സ്ഥാനമാണ് മമ്മൂട്ടിക്ക് കൊടുക്കുന്നത്. കാരണം മമ്മൂട്ടി ഒരു പ്രത്യേക ക്യാരക്ടറാണ്. പക്ഷേ മോഹൻലാൽ ഏത് ക്യാരക്ടറുമാകും. അത് മോഹൻലാലിന് മാത്രമേ കഴിയൂ. മോഹൻലാലിനല്ലെങ്കിൽ പിന്നെ ദിലീപിനാണ് അത് കഴിയുക. സത്യത്തെ സത്യം പോലെ നമ്മൾ കാണണ്ടേ? നല്ലൊരു മനസ്സിൻ്റെ ഉടമയായ മോഹൻലാൽ ഇങ്ങനെ ഒരു ഊളത്തരത്തിൽ പോയി ചാടിയെന്നോർത്ത് ദുഃഖം തോന്നുന്നു. മോഹൻലാൽ ഒരു മാന്യനായതുകൊണ്ടാണ് പടത്തെ ന്യായീകരിച്ച് നിൽക്കുന്നത്. അയാൾ അഭിനയിച്ച സിനിമ അയാൾ കൂടി ചേർന്നുണ്ടാക്കിയ സിനിമയൊക്കെ ആയതുകൊണ്ട് അതേപ്പറ്റി മോശം പറയാൻ പാടില്ല. അതുകൊണ്ട് അയാൾ അതിൽ ഉറച്ചു നിന്ന് എമ്പുരാൻ നല്ലതാണെന്ന അഭിപ്രായത്തിൽ തന്നെ നിൽക്കുകയാണ്. ഒരു കുഴപ്പവുമില്ലാത്ത പടമാണെങ്കിൽ പിന്നെ എന്തിന് അതിലെ ചില ഭാഗങ്ങൾ മുറിച്ചു മാറ്റി? അത് പറയണ്ടേ? അപ്പോൾ കാര്യം ക്ലിയർ ആകും. സിനിമയിലെ ഏതാണ്ട് 2.5 മിനിറ്റ് ഭാഗത്തോളം മാത്രമാണ് വെട്ടിമാറ്റിയത്. 17 സീനും വെട്ടിക്കളഞ്ഞു. അതിൽ നിന്ന് ആ 17 സീനും അപകടകരമായിരുന്നു എന്ന് തെളിഞ്ഞില്ലേ? എന്നിട്ടും പോരായെന്ന് പറയുന്ന സമുദായങ്ങളുണ്ട് കേരളത്തിൽ. ഇങ്ങനെയുള്ള സിനിമകളൊന്നും കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല. സെൻസർ ബോർഡിനെ പറഞ്ഞിട്ട് കാര്യമില്ല. തുണിയില്ലാത്തത് പോലും സെൻസർ ബോർഡ് അനുവദിക്കുന്നുണ്ട്. സ്ത്രീകളെ വളരെ മോശമായി ചിത്രീകരിക്കുന്നത് പോലും സെൻസർ ബോർഡ് അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട്. സെൻസർ ബോർഡ് അംഗത്തിന് സുഖമായി തോന്നുന്നത് അംഗീകരിച്ചു കൊടുക്കും. പക്ഷേ സമൂഹവും അത് അംഗീകരിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത്. എമ്പുരാൻ ഈ രീതിയിൽ ഒരു കാരണവശാലും റിലീസ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായമെന്നാണ് പി.സി. പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പി.സി. ജോർജിന്റെ മരുമകളും ജഗദീഷ് കുമാറിന്റെ മകളുമായ പാർവതി ഷോണും എമ്പുരാൻ സിനിമയെ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. എമ്പുരാൻ സിനിമയ്ക്ക് മാധ്യമങ്ങൾ കൊടുക്കുന്ന അമിത പ്രാധാന്യത്തെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു പാർവതി ഷോൺ എത്തിയത്. എമ്പുരാൻ വിവാദം ഒരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണെന്നും അതിന് പിന്നാലെ നടക്കാൻ നാണമില്ല എന്നുമാണ് പാർവതി എതിർപ്പ് അറിയിച്ച് ചോദിച്ചത്. പത്രമാധ്യമങ്ങളും സമൂഹമാധ്യമങ്ങളും വീക്ഷിക്കുമ്പോഴും അവിടെയെല്ലാം എമ്പുരാൻ സിനിമ മാത്രമാണ്. അതായത് ഒരു ശരാശരി സിനിമയുടെ വീക്ഷണം മാത്രമേ ഉള്ളൂ. ആവശ്യമുള്ളവർ സിനിമ പോയി കാണൂ, ഇല്ലാത്തവർ കാണണ്ട.
ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് ബിസിനസ്സാണ്. നമ്മുടെ നാട്ടിൽ ഈ രാജ്യത്ത് മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട് ചർച്ച ചെയ്യാൻ. ഇതൊരു സംഭവമാണോ എന്നറിയില്ല. ഈ പത്രമാധ്യമങ്ങളൊക്കെ എന്തിൻ്റെ പിന്നാലെയാണ്? നേരാവണ്ണം ഒരു മൂത്രപ്പുര പോലും ഈ നാട്ടിലില്ല. നാണമില്ലേ ഇതിൻ്റെ പിന്നാലെ നടക്കാൻ? ഇതിലുള്ള ബുദ്ധിമാന്മാരൊക്കെ അവരുടെ കുടുംബത്തിന് വേണ്ടി ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം എമ്പുരാൻ റിലീസിന് ശേഷം വലിയ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് പൃഥ്വിരാജ് നേരിടുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം ആദായനികുതി വകുപ്പ് നോട്ടീസും നടന് അയച്ചിരുന്നു. 3 ചിത്രങ്ങളിലെ പ്രതിഫലം സംബന്ധിച്ച് വിശദീകരണം തേടിയായിരുന്നു നോട്ടീസ്. കടുവ, ജനഗണമന, ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്.